ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 236 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത എസ് കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്യാമള നായർ തിരുവനന്തപുരം. നമുക്ക് വേണ്ടി പറയുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഭവ്യശ്രീ ആൻറ്റി. ഇത് പറഞ്ഞു കഴിയുമ്പോൾ, സായി ഗായത്രി പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരണം കേട്ടോ. ആരാണ്, എവിടെ പഠിക്കണു, എന്ത് ചെയ്യണു എന്നൊക്കെ. എന്നിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. സായിരാം ശ്യാമള, തുടങ്ങിക്കോളൂ. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. മോളെ ഭവ്യശ്രീ, വീഡിയോ ഓൺ ചെയ്ത് വാണി വായിച്ചോളൂ കേട്ടോ. സായിരാം. വാണി, ഞാൻ ഫോണിൽ നോക്കിയാ വായിക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇൻട്രൊഡക്ഷന്റെ ടൈമിൽ ഓൺ ചെയ്യാം. ശരി മോളെ, ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയാം അല്ലേ? ആയിക്കോട്ടെ. സായിരാം. സോ, ഓം ശ്രീ സായിറാം. എൻ്റെ പേര് ഭവ്യശ്രീ പ്രദീപ്. ഞാൻ ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് അനന്തപൂർ ക്യാമ്പസിലെ സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ബയോസയൻസ് ആണ് ഫാക്കൽറ്റി. ആൻഡ് ഞാൻ വായിച്ചു തുടങ്ങാം. ഭാഗിക വിദ്യാഭ്യാസം. ചിതൽ ആദ്യമൊക്കെ അത്ര കാര്യമാക്കാനില്ലാത്തതാണ്. നിർദോഷിയാണ് എന്നും തോന്നാം. അവയെ വെളുത്ത എറുമ്പുകൾ എന്ന് വിളിക്കാറുണ്ട്. അത് കേട്ടാൽ തോന്നും അവ നശിപ്പിക്കില്ലെന്ന്. അനുമോദനവും ശ്രദ്ധയുമാണ് അർഹിക്കുന്നതെന്ന്. അവ വളരെ വേഗം പെരുകുന്നു. മനുഷ്യന്റെ ഗൃഹങ്ങൾ മുഴുവൻ നിശബ്ദം നശിപ്പിക്കുന്നു. ദുശീലങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ചൂതാട്ടം, സംഘം ചേർന്നുള്ള ദുർവൃത്തികൾ മുതലായ അനുകരണ പ്രവർത്തകൾ ഇവൈത്തികവും സാമൂഹികവുമായ പെരുമാറ്റ രീതിയിലേക്ക് നിശബ്ദം തുറന്നു കടക്കുന്നു. പല വേഷങ്ങളിൽ. എന്നിട്ടും ഏറ്റവും ശക്തന്റെയും ഋജുബുദ്ധിയുടെയും കർമ്മമാർഗത്തെ നശിപ്പിക്കുന്നു. ഭാരതത്തിലെ യുവാക്കന്മാരെ വൈദേശിക സംസ്കാരത്തിന്റെ പുറം പകിട്ട് ആകർഷിച്ച് അടിമകളാക്കിയിരിക്കുന്നു. മുതിർന്നവരോടുള്ള ഭക്തി, മാതാപിതാക്കളുടെ കാര്യത്തിൽ ചെയ്യേണ്ട സേവനം, ദുരിതത്തിൽപ്പെട്ട സർവ്വജീവകളോടും അനുകമ്പ, വിനയം, ലാളിത്യം, സത്യസന്ധത, ആത്മാഭിമാനം എന്നീ രൂപത്തിലുള്ള അമൂല്യമായ പാരമ്പര്യത്തെ അവർ വലിച്ചെറിയുന്നു. ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഭൗതിക വീക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും സുഖഭോഗങ്ങളിൽ അമിതാസക്തി, ഊതിവീർപ്പിച്ച അഹന്ത ഇവയൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്നു. ഇത്തരം അധപതനം എല്ലാ രാഷ്ട്രങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏറെ കൂടുതൽ മൃഗമായും അല്പസ്വല്പം മനുഷ്യനായും പെരുമാറുന്ന മനുഷ്യൻ. ഈ ദുരന്തത്തിന്റെ മുഖ്യ കാരണം
മാനവ വ്യക്തിത്വത്തിന്റെ ആത്മീയവും സാമാർഗികവുമായ വശങ്ങളോടുള്ള അവഗണനയാണ്. മനുഷ്യൻ, കുടുംബം, സമൂഹം, രാഷ്ട്രം, മനുഷ്യരാശി എന്നിവയോട് ഒരു ഉത്തരവാദിത്വ ബോധവുമില്ല. അവർ ആരാധിക്കുന്നത് മറ്റെന്തിനേക്കാൾ കൂടുതലായി സ്വന്തം അഹന്തയെയാണ്. ശൂന്യാകാശ സഞ്ചാരം, കമ്പ്യൂട്ടർ, അണുശക്തിയുടെ കണ്ടെത്തൽ എന്നീ രൂപത്തിലുള്ള സാങ്കേതിക ശാസ്ത്ര പുരോഗതിയിൽ അവർ അഭിമാനം കൊള്ളുന്നു. എന്നാൽ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും കുഴപ്പങ്ങളും എത്രത്തോളം എന്ന് നോക്കുക. ദേശീയവും മതപരവുമായ മേഖലകളിലെല്ലാം നടമാടുന്ന ദുരഭിമാനം, വിദ്വേഷം എന്നിവയെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. ഉന്നതാദർശങ്ങളെ കുഴിച്ചു മൂടുമാറ് അവന്റെ ജാതി, മതം, വർഗം എന്നിവയോടുള്ള ഒരുതരം ഇടുങ്ങിയ ബന്ധം ഇന്നും തുടരുകയാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള കുഴപ്പങ്ങൾ ഏത് നിയന്ത്രണത്തെയും ഭേദിക്കുന്ന നിലയിലാണ്. തന്നിലെ മൃഗീയ വാസനകളെ മാനവ മനോഭാവങ്ങളാക്കി മാറ്റാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് അവന്റെ പെരുമാറ്റം പരിഹാസ്യമായ നിലയിലാണ്. ഏറെ കൂടുതൽ മൃഗമായും അല്പസ്വല്പം മനുഷ്യനായുമുള്ള പെരുമാറ്റം. കൂടുതൽ സുഖമനുഭവിക്കാൻ ആവശ്യമായ പരമാവധി പണം നേടാൻ അവൻ ഇന്ന് ഭ്രാന്തമായ പരക്കം പാച്ചിലാണ്. സുഖഭോഗങ്ങൾക്കു പിന്നാലെ അനുധാവനം ചെയ്ത അവൻ നിമിഷം തോറും ക്ഷണിക ദുഃഖങ്ങളിലും മുങ്ങിത്താഴുന്നു. മരണം ജീവിതത്തെ എന്ന പോലെ അസ്വസ്ഥമായ ഉത്കണ്ഠ സമ്പത്തിനെ അനുഗമിക്കുന്നു. ഒരു ഇറച്ചി കഷ്ണം ലഭിച്ച കാക്കയെ നൂറുകണക്കിന് വിശന്നിരിക്കുന്ന പക്ഷികൾ പിന്തുടരുന്നത് പോലെ ഒരു ധനികന്റെ പിന്നാലെ എപ്പോഴും അപകടങ്ങൾ പാഞ്ഞു ചെല്ലുന്നുണ്ടാകും. മനുഷ്യന്റെ അതിമോഹങ്ങൾ ഓരോ ദിവസവും എവിടെയും മേൽക്കുമേൽ ഏറി വരുന്നു. സമകാലിക നാഗരികത ലോകമെങ്ങും ഭയത്തിനുമേൽ ഭയം കോരിക്കൂട്ടുന്നു. ഉന്നതമായ ചിന്ത, ലഘുവായ ജീവിതം എന്നതായിരുന്നു പ്രാചീന കാലത്തെ ആദർശനം. നവീന ഭാരതമാകട്ടെ ലഘുചിന്ത, ഉന്നത ജീവിതം എന്ന ആദർശം മുറുകെ പിടിക്കുന്നു. ഈ അധപതനത്തിനു നാം കുറ്റപ്പെടുത്തേണ്ടത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ്. ഭാരതീയ സംസ്കാരത്തിൽ അന്തർഹിതമായ ശാശ്വത മൂല്യങ്ങളെപ്പറ്റി മഹാത്മാഗാന്ധി ബോധവാനായിരുന്നു. അദ്ദേഹം തുടങ്ങിയ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഈ മൂല്യങ്ങൾ വളർത്താൻ അദ്ദേഹം ഉദ്യമിച്ചു. ജയിലിലായിരുന്നപ്പോൾ ഗാന്ധിജിയെ സന്ദർശിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നങ്ങ് കൂടുതൽ ദുഃഖിതനും അസ്വസ്ഥനുമായി കാണപ്പെട്ടുന്നു. എന്തുകൊണ്ടാണ്? എന്നോട് പറയൂ. ഗാന്ധി മറുപടി നൽകി. ഇന്ന് അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ കഠിനചിത്തന്മാരാണെന്ന് ഞാൻ കാണുന്നു. വിദ്യാശൂന്യന്മാരെക്കാൾ അവരുടെ ഹൃദയം കൂടുതൽ കഠിനമാണ്. ഇങ്ങനെ സംഭവിച്ചു കൂടാത്തതാണ് ഈ സമ്പ്രദായത്തിൽ അപകടം പതുങ്ങിയിരിക്കുന്നു. ഈ അവബോധമാണ് പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഭാരതീയ ദർശനങ്ങൾ പരിശീലിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം പ്രേരിപ്പിച്ചത്. ഇതേ ഉദ്യോഗസ്ഥൻ ബാലഗംഗാധര തിലകിനോട് സമീപിച്ചു. ഗാന്ധി പ്രാച്യ വിദ്യാഭ്യാസത്തെ അത് ഹൃദയത്തെ ശിലാസമാപിക്കുന്നതെന്നാണെന്ന് അധിക്ഷേപിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് തിലകിനോട് അദ്ദേഹം ചോദിച്ചു, എന്നാൽ പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായം താങ്കളെ നശിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ശരിയല്ലേ? എന്ന് തിലകൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ എന്താണോ അതിൽ നിന്ന് മാറാതിരിക്കാൻ ദൃഢനിശ്ചയം
ചെയ്തിരിക്കുന്നു. എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസം അതിന്റെ ദുഷിച്ച സ്വാധീനം എന്നിൽ ചെലുത്താൻ ശ്രമിച്ചിട്ടും. കഴിഞ്ഞു മോളെ? എന്റെ ടൈം ആയോ? വായിക്കാനുണ്ടെങ്കിൽ വായിച്ചോളൂ. അല്ല, നീ അനുഭവം പറഞ്ഞോളൂ. 11 മണിയായല്ലോ. 11 സമയമായി. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ഓൺ ചെയ്യൂ, ആരാണ് പറയുന്നതെന്ന് അറിഞ്ഞു. ശരി, താങ്ക്സ്. അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടോ? ചെറുതായിട്ട്. വീഡിയോ ഓൺ ചെയ്തിട്ടും പറയാം. നെറ്റ് പ്രോബ്ലം ഇല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം. സാറാം, കേക്കാവോ? കാണാം. കേക്കാം ഓൺ മോളെ. ചെയ്ത് വെച്ചോളൂ. സോ എന്റെ പേര് ഭവ്യശ്രീ പ്രദീപ്. ഞാൻ സ്വാമിയുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ബയോസയൻസ് ഫാക്കൽറ്റിയാണ്. സോ ഞാൻ ഒരു ബാലവികാസ് സ്റ്റുഡന്റ് ആയിരുന്നു. ഗീത ആന്റി ആണ് എന്റെ ബാലവികാസ് ഗുരു. സോ എനിക്ക് ബാലവികാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാലവികാസിൽ എന്താ പറയാ, കുട്ടിയായിരുന്നപ്പോ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് സ്റ്റോറീസ് ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ പിന്നെ ബാലവികാസ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എക്സാം ഒക്കെ എഴുതി. അങ്ങനെ ഇരിക്കെ എനിക്ക് സ്വാമിയോട് ഞാൻ ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. സ്വാമിയിൽ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങി. സ്വാമി എന്റെ നല്ലൊരു ഫ്രണ്ടായി. അങ്ങനെ എനിക്ക് സ്വാമിയുടെ കോളേജിൽ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമായി. ഞാൻ അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ സംഭവം എനിക്ക് കിട്ടി. ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്താണ് അവരുടെ സൈറ്റിലോ എന്താണ് കാര്യങ്ങള്, ഇപ്പം ATPയുടെ അനന്തപൂരിന്റെ സൈറ്റിലാണെങ്കിലും ഞങ്ങൾക്ക് ഒന്നും ഒരു കാര്യങ്ങളും ഇട്ടിട്ടില്ല. ഞങ്ങളുടെ ഫാക്കൽറ്റി എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഫാക്കൽറ്റിയിൽ ഞങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്ട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ആണ് ഉള്ളത്, ഒരു ഇൻഫർമേഷൻ ഇട്ടില്ല. കോളേജിന്റെ ഫോട്ടോ പോലും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായില്ല. ആൻഡ് ജൂൺ 30 ഞാൻ പോയി ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പം എന്താ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട, അവിടുത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒന്നും അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്കെല്ലാം പറഞ്ഞു തരുന്നത് എന്റെ സീനിയേഴ്സ് ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഇങ്ങനെ ഒരു ഇത് കാണില്ല. കാരണം സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് അവരാണ് ഞാൻ വൃത്തിക്ക് ഡ്രസ്സ് പോലും എന്താ വേണ്ടതെന്ന് അറിയില്ല, ഡ്രസ്സ് പോലും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ആദ്യം യൂസ് ചെയ്തത് എന്റെ സീനിയേഴ്സിന്റെ ഡ്രസ്സ് തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടുത്തെ ഒരു ചിട്ട എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടോ അത് നമുക്ക് വരുന്നവരിലേക്ക് കൊടുക്കുക. അതായത് ഒരു സെൽഫിഷ് ആ ഒരു രീതിയല്ല, നമുക്ക് എന്തുണ്ടോ അത് നമുക്ക് മാത്രം, അങ്ങനെയല്ല വരുന്ന ആൾക്കാർക്കും വേണ്ടി അവർ വെച്ചിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ എനിക്ക് സീനിയേഴ്സിന് ഒത്തിരി ഇഷ്ടമായി. സീനിയേഴ്സ് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം പോയപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞാനാണ് എന്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി. സോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ഫോണില്ല. ഫസ്റ്റ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ലാപ്പും ഇല്ല. എന്റെ ആദ്യം ഞങ്ങൾക്ക് അവിടെ ഫീച്ചർ ഫോൺ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതും എന്റെ ഉണ്ടായില്ല. സോ സീനിയേഴ്സ് എനിക്ക് ഫോൺ തരും, ഞാൻ വീട്ടിൽ വിളിക്കും. മൊത്തം കരച്ചിലായിരുന്നു. ആദ്യത്തെ സെമിസ്റ്റർ ഫുൾ കരച്ചിലായിരുന്നു. അമ്മയ്ക്ക് എന്റെ കോൾ അറ്റൻഡ് ചെയ്യുക, കരച്ചില് സമാധാനിപ്പിക്കുക, ഇത് മാത്രമായിരുന്നു. ലാസ്റ്റ് ആയപ്പോ അവർക്കും ദേഷ്യമായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ എനിക്ക് പഠിത്തം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ബയോസയൻസ് ആയിരുന്നു. സോ ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല, ഞാൻ ഇവിടുന്ന് വേറെ എന്തൊക്കെയോ വിചാരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല എനിക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഇതിനാണോ എന്നെ ഇത്രയിട്ട് കഷ്ടപ്പെടുത്താനാണോ എനിക്ക് എന്താ പറയാ എന്നെ ഇങ്ങോട്ടേക്ക് ആലോചിച്ചത്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ. ഞാൻ സ്വാമിയോട് ഒരുപാട് എന്താ പറയാ, അന്ന് നമുക്കറിയില്ല ഇങ്ങനെയൊന്നും, സ്വാമി എന്തേലൊക്കെ കണ്ടിട്ടാവും നമുക്ക് തന്നത്. അത് അങ്ങനെ ഒരു ബോധം ഇല്ല. അപ്പോ സ്വാമി ഒരുപാട് സ്വാമിയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുലന്തോളി പോവാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു, ബാലക സ്റ്റുഡന്റ് ആയിരുന്നപ്പോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്വാമിയോട് ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഞാൻ എപ്പോഴാ കുലന്തോളി വരാ, എനിക്ക് എപ്പോഴാ അങ്ങനെ ഒരു അവസരം തരാ. ഇപ്പൊ ഞാൻ എന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാ മാസവും കുലുവന്തോളി പോവാറുണ്ട്, സ്വാമിയുടെ ദർശനം എടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് സ്വാമിയായിട്ടുള്ള ക്ലോസ് ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് അപ്പൊ പഠിത്തം ഞാൻ അവിടെ ചെന്നപ്പോ ലാംഗ്വേജ് ഓഫ് കോഴ്സ് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ ഭാഗ്യത്തിന് എന്റെ റൂമിലും എന്റെ ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് മലയാളീസിനെ കിട്ടി.
ഒരു മാം ഉണ്ടായിരുന്നു എന്റെ റൂമിൽ, എന്റെ സീനിയർ മലയാളിയായിരുന്നു. അങ്ങനെ എന്നെ സ്വാമി കുറെ രക്ഷിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നപ്പോ അവിടുത്തെ രീതി ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കുക, വെളുപ്പിനെ എണീക്കുക, 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഡി ആവുക, ക്ലാസ്സിൽ പോവുക, തിരിച്ചു വരിക. നമുക്ക് സെൽഫ് റിലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു വരിക, ചായ കുടിക്കുക, വീണ്ടും കോളേജിൽ പോവുക. ഒന്നിനും നേരമില്ല, വീട്ടിൽ വിളിക്കാൻ പോലും നേരമില്ല. അപ്പം നമുക്ക് എന്താ പറയാ, നമുക്കിപ്പം ഒന്ന് ഫ്രഷ് ആണെങ്കിൽ നമ്മൾ അതിന് ടൈം മാനേജ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ചെയ്താല് എനിക്ക് ഇതിനും കൂടെ ടൈം കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ ടൈം കണ്ടുപിടിക്കണം. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചു ഇപ്പം. ആൻഡ് കാര്യങ്ങളെല്ലാം സ്പീഡപ്പ് ആക്കി. നമ്മള് വീട്ടില് വെച്ച് എന്താ ഭയങ്കര ലേസി ആയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് തന്നെ ചെയ്ത്, കാരണം അങ്ങനെ ചെയ്താലാണ് നമുക്ക് കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ പറ്റുക. നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. എല്ലാം ഷെഡ്യൂൾഡ് ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ഓക്കെ, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. റിസൾട്ട് ഒക്കെ വന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ചെന്നപ്പം എന്റെ സീനിയേഴ്സ് ഒക്കെ ഒരുപാട് പറയുന്നുണ്ടായി, സ്പോർട്സ് മീറ്റ് അങ്ങനെയാണ്, സ്പോർട്സ് മീറ്റ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്പോർട്സ് മീറ്റിനെ പറ്റി പറയുന്നുണ്ടായി. അപ്പൊ ഞാൻ ഓർത്ത് ഇതിനു വേണ്ടി എന്താണ് സ്പോർട്സ് മീറ്റ്. എനിക്കാണ് സ്പോർട്സ് തീരെ താല്പര്യം ഇല്ലാത്ത ഒരാള്. ഞാൻ സ്പോർട്സ് മീറ്റിന്റെ ടൈമിൽ വീട്ടിൽ ഇരിക്കും. സ്പോർട്സ് ഡേയുടെ ഒക്കെ ടൈമിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരിക്കുന്ന ടൈപ്പായിരുന്നു. ആൻഡ് അവിടെ ചെന്നപ്പോ സ്പോർട്സ് എല്ലാവർക്കും കമ്പൽസറി ആണ്. നമ്മള് ഓക്കെ, അതല്ലാണ്ട് രാവിലെ ജോയിങ്ങിന് പോകുക, അതൊക്കെ കമ്പൽസറി ആണ്. അല്ലാതെ സ്പോർട്സ് മീറ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഓട്ടച്ചേട്ട അല്ലാണ്ട് നമ്മൾ ഒരു ഇവന്റ് ആയിട്ടാണ് നടത്തുക. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഓക്കെ, സെക്കൻഡ് സെം നമുക്ക് ഒരുപാട് പഠിത്തമില്ല, നമ്മൾ കൂടുതലും സ്പോർട്സിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി ഡിന്നർ കഴിഞ്ഞ് 10 മണി കഴിഞ്ഞു നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. എല്ലാവരും എന്താ പറയാ, നല്ല ടാനൊക്കെ അടിച്ച്. പക്ഷെ സ്പോർട്സ് മീറ്റിന്റെ ആ ഒരു ഡേ നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഒരുപാട് മടുത്തു. സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി പറ്റില്ല, കാരണം വെച്ചാൽ അത്രയ്ക്ക് മടുത്തു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ. സീനിയേഴ്സ് ആണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. റെസ്റ്റ് ഒന്നും തരില്ല. അങ്ങനെയൊക്കെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ദിവസം എനിക്ക് എന്തൊക്കെയോ അതുവരെ നമ്മുടെ ഫോർമേഷൻ ശരിയായിട്ടില്ല, നമ്മൾ മാർച്ച് പാസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല, ഒന്നും ശരിയല്ല. അതുവരെ ചീത്ത കേട്ടോണ്ടിരുന്നത് ആ ഒരു കറക്റ്റ് ഡേ ആയപ്പോ സ്പോർട്സ് മീറ്റിന്റെ ടൈമിൽ നമുക്ക്, മാർച്ച് പാസ്റ്റിന്റെ ടൈമിൽ നമുക്ക് കമാൻഡ് പറയും. അന്നത്തെ ദിവസം വരെ നമുക്ക് കമാൻഡ് കേട്ടിട്ടുണ്ടായില്ല, അതിനൊക്കെ ഇഷ്ടംപോലെ ചീത്ത കേട്ടിട്ടുണ്ട്. ബട്ട് കറക്റ്റ് ഡേ കമാൻഡ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കേട്ടു, നല്ല വൃത്തിക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് സ്വാമി കറക്റ്റ് ടൈമിൽ, ആര് കറക്റ്റ് ടൈമിൽ വന്നില്ലെങ്കിലും സ്വാമി കറക്റ്റ് ടൈമിൽ അവിടെ കാണും. സ്വാമി കറക്റ്റ് ടൈമിൽ വരിക, അത് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്തു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം നമുക്കന്ന് തോന്നും. എനിക്കന്ന് ഭയങ്കര ഹാപ്പി. ഞാൻ അന്ന് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം അന്ന് വെതർ വരെ അതുവരെ ഭയങ്കര ചൂടായിരുന്നു, കൊല്ലുന്ന ചൂടായിരുന്നു. പക്ഷെ അന്ന് വെതർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ടൈം ആയിരുന്നു അത്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് ജനുവരി 11th എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അക്കാഡമിക്സ് കാര്യങ്ങള് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ലാംഗ്വേജിന്റെ കേസിലാണെങ്കിലും ഇപ്പം നല്ലപോലെ എന്താ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്ര ഇമ്പ്രൂവ് ആവുമെന്ന്. ബട്ട് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എന്താ പറയാ, ഒരുപാട് എനിക്ക് ആ കോളേജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയില്ല ആദ്യത്തെ സെമ്മിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ഭവിശ്രീ പറ്റിയത്, തനിക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു മാം എനിക്ക് പറ്റില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്, എനിക്ക് ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ടൈം ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടം, ഒരുപാട് എനിക്ക് എന്താ പറയാ, ഒരുപാട് ഹാപ്പിയാണ്. സ്വാമിയോട് ഒരുപാട് താങ്ക് യു. അത്ര ഇപ്പോഴും ഇനി എനിക്ക് പോണം. ഇനി എനിക്ക് എന്താ പറയാ, ജൂൺ 30th ഇനിയും ജോയിൻ ചെയ്യണം. അങ്ങനെ കഴിഞ്ഞ അനുഭവം ഇനിയില്ലേ മോളെ? ഇനി എന്താ ഞാൻ അത്യാവശ്യം കവർ ചെയ്തു. ശരി. പിന്നെ കോളേജ്, പിന്നെ ഈ ഒരു വഴി എന്താ പറയാ, നമ്മള് പണ്ടേ തൊട്ടേ
ഓക്കെ, എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമിയുടെ ഫോട്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് അങ്ങനെ നമ്മൾ സ്വാമിനെ വർഷിപ്പ് ചെയ്തിരുന്നില്ല. ബട്ട് ഞാൻ ബാലവികാസിൽ വന്ന് കഴിഞ്ഞ് വൺ ഡേ മോർണിംഗ് തന്നെ ഒരു 4 o'clock, അറൌണ്ട് 4 o'clock എനിക്കൊരു ദർശനം കിട്ടി, സ്വാമിയുടെ ദർശനം കിട്ടി. ഞാൻ സ്വാമിനെ സ്വാമി എനിക്ക് അറിയാം, ഓറഞ്ച് റോബിലൊക്കെ വരുന്ന ഒരാളാണ്. ബട്ട് എനിക്ക് അന്ന് ഒരു ദിവസം അറൌണ്ട് ഒരു 4 o'clock early in the morning എനിക്കൊരു ദർശനം കിട്ടി. അതില് സ്വാമിയുടെ പാദമായിരുന്നു ഞാൻ കണ്ടത്. സ്വാമിയുടെ പാദ നമസ്കാരം കിട്ടി. ഞാൻ നമസ്കരിച്ചു സ്വാമിയുടെ പാദം. പിന്നെ ഞാൻ കുൽവന്തോളം അതുവരെ കണ്ടിട്ടില്ല. ആൻഡ് കുൽവന്തോളില് ഞങ്ങള് ഗേൾസിന്റെ സൈഡില്, ഗേൾസ് ഇറങ്ങി പോകുന്ന ഒരു സൈഡ് ഉണ്ട്. ആ സൈഡില് സ്വാമി നിൽക്കുന്നു. ഇതേ ദിവസം തന്നെ സ്വാമി നിൽക്കുന്നു. ഞാൻ സ്വാമീനെ കണ്ടു. എന്റെ കൂടെ ഉള്ളവരൊക്കെ ലൈൻ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ സ്വാമിനെ കണ്ടു, അവിടെ നിന്നു. സ്വാമിയുടെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. അതെനിക്ക് നല്ല ക്ലിയർ ആണ് ആ വിഷൻ. ആൻഡ് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് ആ ഒരു വിഷൻ എനിക്ക് നല്ല ക്ലിയർ ആണ്. ആൻഡ് അത് കഴിഞ്ഞാണ് എനിക്ക് പാദനമസ്കാരം കിട്ടിയത്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര എന്തോ ഇതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ സ്വാമിയിലേക്ക് വരുന്നതും സ്വാമിയുടെ കോളേജിൽ കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആൻഡ് ഇപ്പൊ സ്വാമിയുടെ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുന്നതും. സോ ഞാൻ ഭയങ്കര നല്ല ഹാപ്പിയാണ്. അതെ, മോള് നല്ല ഹാപ്പി ആയിട്ട് സ്വാമിയുടെ അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാവട്ടെ. ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ ഒരു സിസ്റ്റർഹുഡ് അല്ലെങ്കിൽ മനുഷ്യരായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത്, ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എല്ലാം പഠിച്ചു. സോ എന്റെ സീനിയേഴ്സ് പോയപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഇനി വരുന്ന ജൂനിയേഴ്സിനെ ഞങ്ങൾ എങ്ങനെയാണോ നിന്നെ നോക്കിയത് അങ്ങനെ തന്നെ ഇനി റിസീവ് ആവും. സോ അവര് പറയുന്നത് 2 ദിവസം മുമ്പേ ചെല്ല കോളേജിൽ, കാരണം വരുന്ന ജൂനിയേഴ്സിനെ വെൽക്കം ചെയ്യാനായിട്ട്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരെ വെൽക്കം ചെയ്യണം, അവരെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് സീനിയേഴ്സ് പറഞ്ഞു തന്നിട്ട് പോയത്. സോ എനിക്ക് ആ ഒരു കാര്യം, എങ്ങനെയാണ് മനുഷ്യനെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ അടുത്ത് നിൽക്കുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് അവരെ കംഫർട്ട് ആക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം എനിക്ക് അവിടുന്ന് കിട്ടി. എന്താ പറയാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഇങ്ങനെ ആയിരിക്കും ആ ഒരു കോളേജ്, അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ കിട്ടും, ഒരു സിസ്റ്റർഹുഡ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊന്നും എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് അത് ഫസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ആൻഡ് ഇപ്പൊ ഞാൻ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു, കുറെ എന്നെ സീനിയേഴ്സ് പഠിപ്പിച്ചു. അങ്ങനെ മോൾക്ക് ഇനി ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ മോളെ. സൈറാം കേട്ടോ, സൈറാം. നീ ഇപ്പൊ ഗുരുപൂർണിമയ്ക്കൊക്കെ വരുമല്ലോ അല്ലേ പുട്ടപർത്തിയില്? സൈറാം. ഭഗവാന്റെ ఒకనొక సమయం లోపల At one time, కొంత బజారులో ప్రయాణమై నడుస్తూ ఉన్నాడు. a person was passing by the street. వర్షము అమితంగా కురుస్తూ వచ్చింది. There was downpour of rain. ఎక్కడ కూడా నీరు చిక్కలేదు అతనికి. He couldn't have any shelter. ఒక చిన్న గృహము, ఒక చిన్న వరండా ఉంటున్నది ఒక దాంట్లో. There is a small house with a small veranda ఆ there. ఇంటి లోపల ఉన్నటువంటి వారు ఇంటికి తలుపు వేసుకున్నారు, వరండాను మాత్రం విడిచిపెట్టారు. The residents had locked the house, but the veranda was let ఆ free. వరండాలో పోయి కొంత కాడు చాపి కూర్చున్నాడు పాపం. This passenger could stretch his legs and take అక్కడ rest. నుంచి వర్షంలో పోతున్నటువంటి వ్యక్తులను చూచాడు. And he started staring at those who were తక్షణమే ఇంకొక drenched. వ్యక్తి వచ్చాడు. Another person came. అయ్యా బ్రదర్, నీవు కూడా ఈ వరండాలకి రా, ఈ వర్షం నుంచి తప్పించుకోమని చెప్పాడు. And this man under shelter said, "Oh brother, come here. You can enjoy this ఇదిగో shelter." స్థలం లేదే అన్నాడు. Then he said, "There's no అయ్యా space." నేను పండుకున్నాను, మనం ఇద్దరు చేరి కూర్చుందాము అన్నాడు. And he said, "Now I'm lying down. If we sit, both of us can have space here." మరి కొంతసేపటికి ఇంకొక మనిషి తడుచుకుంటూ పోయాడు. After some time, another person ఓ drenched was బ్రదర్, noticed. నీవు కూడా ఇక్కడికి రా అన్నాడు. They said, "Oh brother, you also come here. ఎక్కడ మీరిద్దరికి కూర్చోవడానికి స్థలం లేదే అన్నాడు. You don't have sitting space there." మేమిద్దరు కూర్చున్నాం, ముగ్గురు వస్తే నిల్చుకుందాము అన్నాడు. "Oh, we are all seated here with you. All the three will stand now." చూసారా, ఒక్కడు కూర్చున్నటువంటి స్థలంలో రెండో వాడికి చోటిచ్చి కూర్చున్నారు, రెండో వాడికి చోటిచ్చి మరి మూడో వాడికి చోటిచ్చినప్పుడు నిల్చుకున్నారు. Those with stretched legs, that led to this sitting posture, from sitting posture to standing ఇట్టి posture. పరోపకార సంబంధమైన భావంతో కూడినటువంటి వాడే మాణిక్యవాచకార్. Manikya Vachkar is the one. ఈ with this మాణిక్యవాచకారే noble ఈ యొక్క ఆదర్శాన్ని నిరూపిస్తూ వచ్చాడు. thought. This is the ideal taught by Manikya Vachkar. కనుక So, పవిత్రమైన హృదయాలు విశాలమైనటువంటి భావాన్ని పెంచుకుంటారు. we should have broad-mindedness, the broad ideas and నేను ఒకడు feelings. పండుకోవడానికి స్థలం ఉంది చాలే అనుకోవడం లేదు.
One should not narrow down the feelings, అది have enough of సంకుచితమైన భావము. space to sleep. It's a narrow-mindedness. ఇంకొకడు వస్తే నేను కూర్చుంటాను, తప్పులేదు. If anyone comes, I'll sit. There's no mistake. ఇంకొకడు వస్తే నిల్చుకుందాము, తప్పులేదు. If one more comes, I'll stand. No mistake. కనుకనే పరోపకార పుణ్యాయ పాపాయ పరపీడనం అన్నారు. Therefore, to helping others is the merit. Hurting others is the worst of the కనుకనే sins. భగవంతుడు ఈ శరీరం ఇచ్చింది దేనికోసము? Why God has gifted this శరీర body? మాధ్యం ఖలు ధర్మ సాధకం. అన్ని ధర్మంలో మనం ప్రవేశపెట్టాలి. Body is gifted to undertake sacred activity. സായിരാം, മോളെ ഭജന പാടിക്കോളൂ. ഭവ്യശ്രീ, സായിറാം. ഭജന പാടാം മോളെ. राम कहो कृष्ण कहो ईश्वर अल्लाह साई कहो, राम कहो कृष्ण कहो ईश्वर अल्लाह साई कहो, बुद्ध कहो गुरु नानक कहो स्वराष्ट्र महावीर यीशु कहो, बुद्ध कहो गुरु नानक कहो स्वराष्ट्र महावीर यीशु कहो, राम कहो कृष्ण कहो ईश्वर अल्लाह साई कहो, युग अवतार तुम हो विश्व शक्ति तुम हो, युग अवतार तुम हो विश्व शक्ति तुम हो, सर्वधर्म प्रिय साई महेशा, सर्वधर्म प्रिय साई महेशा, परब्रह्म तुम हो, परब्रह्म तुम हो, साई परब्रह्म तुम हो, राम कहो कृष्ण कहो ईश्वर अल्लाह साई कहो, बुद्ध कहो गुरु नानक कहो स्वराष्ट्र महावीर यीशु कहो, राम कहो कृष्ण कहो ईश्वर अल्लाह साई कहो, युग अवतार तुम हो विश्व शक्ति तुम हो, सर्वधर्म प्रिय साई महेशा, परब्रह्म तुम हो, साई परब्रह्म तुम हो, राम कहो कृष्ण कहो ഈശ്വര. വളരെ നന്നായിട്ട് ഭജന പാടി കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, സായിരാം. താങ്ക് യു സായിറാം. സായിരാം. സായി ഉപമ, ഈശ്വരൻ സൂര്യനാണ്. അഹന്തയാകുന്ന മേഘങ്ങൾ മറയ്ക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുന്ന സൂര്യരശ്മികൾ ഹൃദയത്തിലെ താമര ഇതളുകളെ വികസിപ്പിക്കുന്നു. താമര ഇതളുകൾ വിടരുമ്പോൾ വിരിയാൻ പാകമായ മുകുളങ്ങൾ മാത്രമേ വിരിയുള്ളൂ എന്ന് അറിയുക. മറ്റുള്ളവയ്ക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ആ സമയത്ത് ഈശ്വരനാമത്തിന്റെ കൂട്ട് വിടാതെ ഇരിക്കുക. ഈശ്വരനാമസ്മരണയാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഉത്തമമായ ഒറ്റമൂലി. ജയ സായിരാം. സായിര ആന്റി, ശാന്തി മന്ത്രം പറയാലോ അല്ലേ? സായിരാം. പറഞ്ഞോളൂ. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം.